ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, ഉപ്പും മുളകും സീരിയലിലെ പ്രമുഖ താരം സിദ്ധാർത്ഥിനെ നട റോഡിയിലിട്ട് തല്ലിയതുമായി ബന്ധപ്പെട്ട് എറണാകുളത്താണ് സംഭവം. നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടു കാണും, പല റിയാക്ഷൻസും കണ്ടു കാണും. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, ചില ആളുകൾ പറയുന്നത് എനിക്ക് പറയാനുള്ള ചില യാഥാർത്ഥ്യങ്ങൾ, ചില അപരാധങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പ്രമുഖ നടനെ റോഡിലിട്ട് തല്ലിയതുമായി ബന്ധപ്പെട്ട് പ്രമുഖ നടൻ, ബിഗ് ബോസ് താരവും പ്രമുഖ താരവുമായ ജിഷിൻ നമ്മളോട് പ്രതികരിച്ചത് നമ്മൾ കണ്ടാണ്. അത് വരട്ടെ. അതിനുശേഷം ജിഷിന്റെ ഭാര്യ പ്രമുഖ താരം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥിനെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രമുഖ താരം, സിനിമാടിയാണെന്ന് തോന്നുന്നു, സീരിയലോ സിനിമയാണെന്ന് തോന്നുന്നു, അറിയില്ല, എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, അവർ ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. നമുക്കെല്ലാം ഒരുമിച്ച് വളരെ ക്വിക്കായിട്ടൊന്ന് കാണാം. വരട്ടെ. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇതന്നെ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ? പരിതാപമൊന്നുമില്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അതന്നെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിലിരിക്കുന്ന, ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടിക്കൂട്ടി ഒരാളെ നടു റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇതിലൊന്നും പ്രതികരണമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ്. നാണം വേണം, നാണം, ലജ്ജ തോന്നുന്നു കേരളത്തോട്, ലജ്ജ. ഇതാണ് ജിഷിന്റെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് ജിഷിന്റെ ഭാര്യ കൂടിയായ പ്രമുഖ നടി അമിയ പ്രതികരിച്ചിരിക്കുന്നു. അമിയയുടെ കൂടെ കേൾക്കാം. സിദ്ധാർത്ഥ് കുടിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ആക്ച്വലി ഈ നടൻ സിദ്ധാർത്ഥ് ആരാണെന്ന് എനിക്കറിയില്ല. അയാൾ നടൻ തന്നെയാണോന്നും അറിയില്ല. ഉപ്പുമുളകും സീരിയലിലുള്ളൊരു നടനാണെന്ന് പറയപ്പെടുന്നു. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ ചെയ്തത് ഓൾറെഡി തെറ്റാണ്. മദ്യപിച്ച് വാഹനം കൊണ്ടിടിച്ചു അല്ലേ? അപ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിലൊരു കമന്റ് വിട്ടിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് ആ സ്പോട്ടിൽ തന്നെ കമന്റ് ഇട്ടു. അതൊരു വീഡിയോ ആകണം എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. കാരണം തെറ്റിനെ തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത്. തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്തിയിട്ട് ന്യായം പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അയാൾ ഓൾറെഡി തെറ്റ് ചെയ്തു, ഇറ്റ്സ് ഡൺ, അത് നടന്നു കഴിഞ്ഞു. പിന്നെ അവിടെ എന്ത് കറക്റ്റായിട്ട് ചെയ്യാന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അത്രയും വലിയ കൊടും പാതകം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കേരളത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ആദ്യത്തെ വ്യക്തിയല്ല ഇയാൾ. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഇതിന് ഉത്തരവാദിയാണ്. എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇനി ഉണ്ടാവും. ഈ ഒരു വിഷയത്തിൽ അമിയും ജിഷൻ മാത്രമല്ല, ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് സിദ്ധാർത്ഥിന്. സംഭവം ശരിയാണ്. സിദ്ധാർത്ഥിനെ അതിമാരകമായ രീതിയിൽ ഇവർ ഉപദ്രവിച്ച് കാലൊക്കെ കെട്ടിയിട്ട് നമുക്ക് വ്യക്തമായ വീഡിയോസിലെല്ലാം കാണാം. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞൊരു പ്രമുഖ നടിയോ നർത്തകിയോ അറിയില്ല ആരാന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. മോനെ, ശരിക്കും എന്നെ ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. നീ ഓർക്കുന്നുണ്ടോ? 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വ്ളോഗിങ് വീഡിയോന്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും 2 പേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ചേച്ചി എന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേര് നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു.
എല്ലാരും എന്നോട് ആവശ്യപ്പെട്ടു, ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ, ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ്. ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു, ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ, പേര് പറഞ്ഞൂടെ, എനിക്ക് വേണതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ ഈ 2025 ഡിസംബർ 25 ക്രിസ്മസ് ആണ്, ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു. പക്ഷെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി, ഞാൻ നന്നായിക്കോളാം. എന്താ മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഇത് വൻനിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ലജ്ജ തോന്നുന്നു. ഇനി അന്നച്ചേച്ചി ഇതിന്റെ പുറകിലില്ല. അന്നച്ചേച്ചിക്ക് അന്നച്ചേച്ചിന്റെ കുടുംബ സമാധാനമാണ് വലുത്. താങ്ക് യു. പ്രത്യക്ഷത്തിൽ ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഇവനെ ഉപദ്രവിച്ച് കാണുമെന്ന് നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നാം. പക്ഷേ ഒരിക്കലും ഇവൻ ചെയ്ത ഈ പ്രവൃത്തിയെ നാളുകളിൽ ഒരാൾ ഈ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെയ്തത് ഈ ന്യൂസ് 18 പോലെയുള്ള ഹോട്ടലുകളിൽ നടക്കുന്നത്, അതായത് ഈ പറഞ്ഞ നടികൾ, സോ കോൾഡ് ആയിട്ടുള്ള നടികൾ, പ്രമുഖ നടികൾ, അല്ലാത്തവർ, മോഡൽസ് എന്ന് പറയുന്ന, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അപരാധികളായി അപരാധിച്ച് നടക്കുന്ന ആൾക്കാരുടെ ഒരു കേന്ദ്രമാണ് ഈ ന്യൂസ് 18 ഹോട്ടൽ. ഈ പറഞ്ഞ 2 പെൺകുട്ടികളടക്കം മോഡൽസ് കൊല്ലപ്പെട്ട നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടുന്നു. ഇവിടെ MDMA സുലഭമായി ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം ഈ പെണ്ണുങ്ങൾക്ക് MDMA കൊടുത്തതിന് ശേഷം, ഇവരെ മയക്കിയതിന് ശേഷം, പിന്നീട് ഇവരെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുക. അതായത് ഇവിടെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊടുപ്പാണ് ഈ ഹോട്ടലിൽ നടക്കുന്നത്. ഇതുപോലുള്ള വേറെ ഹോട്ടലുകളുണ്ട്, എന്നാലും പ്രധാനമായും സൈറ്റിലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പോകുന്ന ഓരോരുത്തരും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, സമ്പൂർണ്ണ അപരാധികളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്തരത്തിൽ അപരാധം കാണിച്ചിട്ട് പോയി പെണ്ണുങ്ങളുടെ മേളിൽ കയറി കൂത്താടിയതിന് ശേഷം, അല്ലെങ്കിൽ MDMA അടിച്ച് കൂത്താടി വന്നതിന് ശേഷം പുറത്തിറങ്ങി വഴി കാണുന്ന ഒരു ലോട്ടറിക്കാരനെ ഇടിച്ചെന്നാണ് പറയുന്നത്. ഒരു ലോട്ടറിക്കാരനെ ഇടിക്കുക, നിത്യവൃത്തിക്ക് വേണ്ടി ലോട്ടറി വിറ്റുകൊണ്ട് കിടക്കുന്ന ഒരു പാവത്തിനെ ഇടിച്ചിട്ട് പോയപ്പോഴാണ് നാട്ടുകാർ പെരുമാറിയത്. നാട്ടുകാർ പെരുമാറിയത് അങ്ങേയറ്റം തെറ്റാണ്. ആ പെരുമാറിയ രീതി ശരിയായില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഈ അപരാധി മോന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, ഇവനെ ഒരുപക്ഷെ ഒരുപാട് പേർക്ക്, നിങ്ങൾ പലർക്കും ഇഷ്ടമായിരിക്കും, ഞാൻ സീരിയൽ ഇവൻ്റെ കണ്ടിട്ടില്ല, പക്ഷേ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇതുപോലെ ഒരുപാട് പേര് ഈ ജിഷിനും അമിയൊക്കെ പറയുന്ന കണക്ക് പലരും വെള്ളമൊടിച്ച് വണ്ടി ഓടിക്കാറുണ്ട്, അപകടം ഉണ്ടാക്കാറുണ്ട്, ഒക്കെ ശരി തന്നെയാണ്, നാട്ടിൽ നടക്കാറുണ്ട്, അവർക്കൊരു കേസ് എടുക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ ന്യൂസ് 18 പോയി ഇങ്ങനെ പെണ്ണുങ്ങളുടെ മേളിൽ മെക്കിട്ട് കയറിയതിന് ശേഷം കുന്തളിച്ച് MDMA അടിച്ചിട്ട് പുറത്തിറങ്ങി വന്ന് ഇതേപോലെ ആൾക്കാരെ ഇടിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? അതായത് പണത്തിന്റെ അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ഇത്തരം കലാപരിപാടികളൊക്കെ നടത്തിയിട്ട് സുഖത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ട് പുറത്തിറങ്ങിയിട്ട്, ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ലോട്ടറിക്കാരൻ്റെ സ്ഥാനത്ത് നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ആരെങ്കിലും ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരുത്തം വന്ന് ഈ പറഞ്ഞ സുഖലോലുപതയിൽ ആറാടി വന്നതിന് ശേഷം അവരെ വണ്ടി ഇടിച്ച് എങ്ങനെ ഉണ്ടാവും? എത്ര നാൾ ആ മനുഷ്യന് ഇനി ഹോസ്പിറ്റലിൽ കിടക്കണം? അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ആയിക്കോട്ടെ. അപ്പോൾ ഇത്തരം അപരാധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷം പുറത്തിറങ്ങി ഈ രീതിയിൽ ആളുകൾ പെരുമാറിയിട്ട് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ പല രീതിയിൽ പെരുമാറി, ഇവർ പെരുമാറിയത് വളരെ മോശമായി, ഇപ്പോൾ ശരി തന്നെ. പക്ഷേ ആളുകൾ പെരുമാറി എന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ട് കാര്യമില്ല. ആളുകൾ പെരുമാറാതിരിക്കുകയെന്ന് ഇവനെ പോലീസ് പൊക്കിക്കൊണ്ട് പോയി അന്ന് തന്നെ ജാമ്യത്തിലിറങ്ങും. ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഇവിടെ ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. നാളെയും ഇവൻ ഇത് തന്നെ ചെയ്യും. ഇവിടെ ആളുകൾ ഇത് ചെയ്തത് തെറ്റാണെങ്കിൽ കൂടി ഞാൻ പറയുന്നത്, ഇതൊരു പാഠമായി ഈ അപരാധി മക്കൾ, സിനിമാ ലോകത്തുള്ള, സിനിമാ മേഖലയിലുള്ള, സീരിയലിലെ ആൾക്കാർ തുടങ്ങിയേക്കുക. ഈ ജിഷിൻ എന്ന് പറയുന്ന ഈ സപ്പോർട്ട് ചെയ്ത വ്യക്തി 4-5 വർഷം MDMA അടിച്ചു നടന്നവൻ, അവൻ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ ജിഷിനെ പോലെയുള്ള ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അപരാധി മക്കൾ അറിയാൻ, ഇത്തരം അപരാധങ്ങൾ നടത്തിയിട്ട് നാട്ടുകാരെ കൈവച്ച് കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമെന്ന് ധരിക്കരുത്. അത്ര ഒരു സപ്പോർട്ടൊന്നും കിട്ടത്തില്ല. ഇവിടെ ആരുടെ പിഴവാണ്? നമ്മുടെ നിയമസമ്മേളനത്തിന്റെ പിഴവാണ്. ഇവിടെ മറ്റേ വെങ്കടരാമന് കിട്ടിയ ശിക്ഷ എന്താണെന്ന് ആൾക്കാർക്ക് എല്ലാം അറിയാവുന്ന കേസാണ്. ഇത്തരം കേസുകളിൽ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ശിക്ഷ കിട്ടുമെന്ന് നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ കൈവച്ചത്. ഇതിന് ഒരു ശിക്ഷയും കിട്ടത്തില്ല. അന്ന് രാത്രി തന്നെ, രാത്രിക്ക് ഇവന് ഊരിപ്പോരുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ജനങ്ങൾ ഈ രീതി എടുത്തിട്ട് പെരുമാറിയത്. ഇതുപോലെ നിരവധി എണ്ണം. അവിടെ എന്തുകൊണ്ട് പോലീസ് പോയി പിടിക്കുന്നില്ല? അവിടെ ഒരു ബറ്റാലിയൻ പോലീസ് പോയി കിടന്നിട്ട് അവിടുന്ന് MDMA അടിച്ചിട്ട് ഇറങ്ങിയിട്ട് വണ്ടി ഓടിക്കുന്നവന്മാരെ, മദ്യപിച്ചിട്ട് വരുന്ന ലേഡീസിന്, എത്ര പെണ്ണുങ്ങളാണ് ഈ ന്യൂസ് 18 ഹോട്ടലിൽ സിനിമാ നടികളായിട്ടുള്ള, മോഡൽസ് ആയിട്ടുള്ള അപരാധികൾ മദ്യപിച്ച് മതോന്മത്തരായി പുറത്തിറങ്ങി വണ്ടി ഓടിക്കുന്നേ? നമ്മുടെ ഈ സിഗ്നലിൽ നമ്മുടെ നാട്ടിലൊക്കെ കിടന്ന് ചെക്ക് ചെയ്യുന്ന പോലീസന്മാർ എന്തുകൊണ്ട് അവിടെ ചെക്ക് ചെയ്യുന്നില്ല? അപ്പോൾ ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പരസ്യമായി എല്ലാവർക്കും അറിയാം, എന്നിട്ടും ഇതൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നാട്ടുകാർ ഇതിൽ ഇടപെട്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറെ ദുഃഖകരമായ സംഭവം. ഇവനെ കൈവച്ച വളരെ ഓവറായിപ്പോയി. പക്ഷെ അതിന് കാരണമുണ്ടാക്കിയത് ഇതുപോലുള്ള അപരാധികളായിട്ടുള്ള സിനിമാ നടന്മാർ, നടികൾ, സീരിയൽ നടികൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.